നമസ്തേ. ഇന്ന് നമുക്കൊരു കഥയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം വേനലവധിക്ക് അടച്ചിട്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഈ അവധിക്കാലം അടിച്ചു പൊളിച്ച് സമയം വൃഥ കളയുന്നതായിട്ടാണ് അനുഭവപ്പെടാറുള്ളത്. അതുകൊണ്ട് നമുക്കിന്ന് ഒരു ചെറിയ കഥയിലേക്ക് കിടക്കാം. കഥ ആർക്കാണ് ഇഷ്ടമല്ലാതായിട്ടുള്ളത്? അതിന് വലിപ്പച്ചെറുപ്പ ഭേദമില്ല. പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ല. അതുപോലെ കൊച്ചുകുട്ടിയെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ല. ഏവരെയും ആനന്ദിപ്പിക്കുന്നതാണ് കഥകൾ. കുഞ്ചൻ നമ്പ്യാർ ഒരിക്കൽ പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ ഓട്ടംതുള്ളലിലൂടെ, ചിരിക്കുന്ന കഥ കേട്ടാൽ ഇരിക്കും, ആയതല്ലെങ്കിൽ ഗമിക്കും, അങ്ങനെ ഭാവിച്ചിരിക്കുന്ന ഭടന്മാരെ ചിരിക്കാതെ രസിപ്പിക്കാൻ ഒരിക്കലും എളുതല്ല. അപ്പോൾ രസകരമായ ഹൃദയസ്പർശിയായ കഥകൾ കേട്ടാൽ ഏതൊരാളും കേട്ടിരിക്കും, അല്ലെങ്കിലോ ഗമിക്കും, അത് കേൾക്കാതെ യാത്രയാകും. നമുക്ക് ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥന കൂടിയുണ്ട്. ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയ മിത്രങ്ങൾ, കൂട്ടുകാർ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾക്ക്, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുകയും അവരോടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും വേണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി കഥയിലേക്ക് കടക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ബീർബൽ എന്ന് പറയുന്ന ഒരു കഥ കേട്ടിട്ടുണ്ട്. ബീർബൽ അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെ ഒരു പ്രധാന സജീവനാണ് ബീർബൽ. ഒരിക്കൽ അദ്ദേഹം തൻ്റെ പൂജാമുറിയിൽ വളരെ ഭക്തിയോടുകൂടി സർവേശ്വരോദ്യാനത്തിൽ ലയിച്ചിരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിന് അന്നത്തെ സദസ്സിനെക്കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വന്നത്. സമയം ഏറെ വൈകി. അദ്ദേഹം ആകപ്പാടെ അസ്വസ്ഥനായി. അക്ബർ ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ 9 മണിക്ക് തൻ്റെ സദസ്സ് ആരംഭിക്കും എന്ന് നിശ്ചയിച്ചാൽ ആ 9 മണിക്ക് തന്നെ സദസ്സ് തുടങ്ങും. അതിൽ യാതൊരു വിധമായ വിട്ടുവീഴ്ചയും അദ്ദേഹം വരുത്താറില്ല. അദ്ദേഹം തൻ്റെ സദസ്യർ ഉൾപ്പെടെ പ്രധാന സജീവന്മാരാരെങ്കിലും താമസിച്ചു വന്നാൽ അതിനുള്ള ശിക്ഷ നൽകുകയും ചെയ്തിരുന്നു. പറയാറുണ്ടല്ലോ, എമ്പ്രാനപ്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. അധികാരസ്ഥാനത്തിരിക്കുന്നവർ തെറ്റുകാട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് മറ്റുള്ളവരും ചെയ്തു വരും. അതുകൊണ്ട് ബീർബൽ ആകപ്പാടെ വിഷമിച്ചു. സദസ്സ് തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അദ്ദേഹം ആകെ അസ്വസ്ഥനായിട്ട് നേരെ ഒരുങ്ങി പൂജാമുറിയിൽ നിന്നും വളരെ അസ്വസ്ഥനായിട്ട് രാജകൊട്ടാരത്തിലേക്ക് എത്തി. എല്ലാവരും അങ്ങനെ ആകാംക്ഷയോടിരിക്കുകയാണ്. ബീർബലിന് എന്തായാലും ശിക്ഷ വിധിക്കും മഹാരാജാവ്. ചിലർക്ക് വളരെ സന്തോഷമായി. കൊള്ളാം, അവൻ അങ്ങനെ തന്നെ വേണം, അവൻ ഞങ്ങളുടെയൊക്കെ മുമ്പിൽ ശരിക്കും വിലസിയതല്ലേ, കേമനാണെന്ന ഭാവത്തിൽ, അതുകൊണ്ട് അവൻ ശിക്ഷ അനുഭവിക്കണം. ചിലർക്ക് മനോഭാവം ഉണ്ടായി, പാവം ബീർബൽ, നല്ലവനായ ബീർബൽ, സാത്വികനായ ബീർബൽ, അയാൾക്കെന്നാലും ഈ ഗതി വെച്ചല്ലോ. മൂന്നാമതൊരാൾക്ക് ഒരു കൂട്ടർക്ക് തോന്നി, അവന് ശിക്ഷ കൊടുത്താൽ എന്താ, ഇല്ലെങ്കിൽ എന്താ. അങ്ങനെ 3 തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലും കാണാൻ സാധിക്കും. ഏത് വിഷയത്തിൽ നോക്കിയാലും. ബീർബൽ വളരെ വിഷമത്തോടുകൂടി, അസ്വസ്ഥതയോടുകൂടി രാജസദനത്തിലേക്ക് ചെന്നു. മഹാരാജൻ, അങ്ങനോട് ക്ഷമിക്കണം. സാധാരണ ഞാൻ കൃത്യവിലോപം വരുത്തുന്നതല്ല. ഞാൻ എൻ്റെ പൂജാമുറിയിൽ
ധ്യാനനിരതനായി അല്പസമയം ഇരുന്നു പോയി. മറ്റെല്ലാം മറന്നുപോയി. അവിടുന്ന് എന്നോട് ക്ഷമിക്കണം, ഇനി ഒരിക്കലും ഈ വീഴ്ച ഉണ്ടാവില്ല. രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാം ബീർബൽ, താങ്കൾ എൻ്റെ പ്രധാന സജീവന്മാരിൽ ഒരാളാണ്. താങ്കളെപ്പോലുള്ള ഒരാൾ ഇത്രമാത്രം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് ശിക്ഷയിൽ നിന്നും ഒഴിവാക്കുക സാധ്യമല്ല. സാധാരണ ഗളച്ഛേദമാണ് പ്രധാന സജീവന്മാർ തെറ്റ് ചെയ്താൽ നൽകാറുള്ളത്. പക്ഷെ അങ്ങേപ്പോലുള്ള ഒരു പണ്ഡിതനായ, വിശ്വസ്തനായ, കർമ്മോത്സുകനായ ഒരു സജീവന് നഷ്ടമായി കഴിഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ നഷ്ടമാണ്. അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ഇളവ് നൽകുന്ന, താങ്കളോട് ഞാൻ 3-4 ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ആ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകിക്കഴിഞ്ഞാൽ താങ്കളെ ഗളച്ഛേദത്തിൽ നിന്നും ഒഴിവാക്കാം. എന്താ, സമ്മതിച്ചോ? ഉവ്വ് മഹാരാജ്. ശരി ബീർബൽ, താങ്കൾ പറഞ്ഞു താങ്കൾ അങ്ങയുടേതായ പൂജാമുറിയിൽ ധ്യാനനിരതനായി ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാകാം ഇന്ന് താങ്കളോട് ചോദിക്കുന്നത്. ബീർബൽ, ഒന്നാമത്തെ ചോദ്യം, ഈശ്വരനുണ്ടോ? ഈശ്വരൻ ഉണ്ടോ? 2, ഈശ്വരൻ എവിടെയെല്ലാം കുടികൊള്ളുന്നു? 3-ാമത്തെ ചോദ്യം, ഈശ്വരനുണ്ട് എങ്കിൽ ആ ഈശ്വരനെ ഒന്ന് കാണിച്ചു തരാമോ? 4-ാമത്തെ ചോദ്യം, ഈശ്വരൻ്റെ ജോലി എന്ത്? ഈ 4 ചോദ്യങ്ങൾക്ക് താങ്കൾ വ്യക്തമായ മറുപടി നൽകാമെങ്കിൽ താങ്കളെ ഗളച്ഛേദത്തിൽ നിന്നും ഒഴിവാക്കാം. എന്താ, സമ്മതിച്ചോ? അകപ്പാടെ ബീർബൽ പരിങ്ങലായി. ഈശ്വരനുണ്ട്, സർവവ്യാപിയാണ്. അദ്ദേഹം അരൂപനും അലേപകനും അനാമികനും അഖണ്ഡനും അചിന്ത്യനും അദ്വയനുമാണ്. അങ്ങനെയുള്ള ബ്രഹ്മത്തിന് എങ്ങനെയാണ് കാണിച്ചു കൊടുക്കാൻ കഴിയുക? അകപ്പാടെ ബീർബൽ കുഴങ്ങുന്ന കണ്ടുകൊണ്ട് രാജാവ് പറഞ്ഞു, ശരി, 3 ദിവസത്തെ സമയം അനുവദിച്ചിരിക്കുന്നു. ഈ 3 ദിവസത്തിനുള്ളിൽ താങ്കൾ ഇതിന് മറുപടി ഈ സദസ്സിൽ ബന്ധിപ്പിക്കണം. ബീർബൽ അവിടെ നിന്ന് യാത്രയായി. പല പണ്ഡിതന്മാരെയും സമീപിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവരെല്ലാം പറഞ്ഞു, ബീർബൽ, ഈശ്വരൻ അഥവാ ദൈവമുണ്ട്, പക്ഷെ ഞങ്ങളാരും കണ്ടിട്ടില്ല. അദ്ദേഹം സർവ്വവ്യാപിയാണെന്ന് പറയുന്നെങ്കിലും കാണിച്ചു തരാൻ കഴിയില്ല. അതുകൊണ്ട് താങ്കൾ വനത്തിനുള്ളിൽ ധ്യാനനിരതനായിരിക്കുന്ന ആ ഋഷീശ്വരന്മാരെ ആരെങ്കിലും സമീപിച്ചാൽ ഒരുപക്ഷെ ഈ സമസ്യയ്ക്ക് ഒരു പൂരണം ഉണ്ടാകും. താങ്കൾ പോയാലും. ബീർബൽ തൻ്റെ വീട്ടിൽ പോലും പോയി കാര്യങ്ങൾ അറിയിക്കാതെ എങ്ങനെയെങ്കിലും ഇതിനൊരു മറുപടി അല്ലെങ്കിൽ ഉത്തരം കണ്ടെത്തണം എന്നുള്ള ചിന്തയോടുകൂടി അദ്ദേഹം വനാന്തരങ്ങളിലേക്ക് പോയി. പലയിടത്തും തിരക്കി. പല ഋഷീശ്വരന്മാരെയും കണ്ട് വന്ദിച്ച കാര്യങ്ങൾ പറഞ്ഞു. അവരെല്ലാം മറുപടി പറഞ്ഞു, ബീർബൽ, താങ്കളുടെ ഈ ചോദ്യത്തിന് മറുപടി നൽകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈശ്വരൻ അഥവാ ദൈവം ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം സർവ്വവ്യാപിയാണ്. എന്നിലും നിന്നിലും സർവ്വതിലും സർവദാ ഒരുപോലെ അന്തർലീനമായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ കാണാൻ കഴിയുന്നില്ല. ഞങ്ങളും അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ബീർബൽ ആകെ നിരാശനായി. 2 ദിവസം കഴിയാറായി. അടുത്ത ദിവസം രാജസദസ്സിൽ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടതാണ്. അതിനു മുൻപ് തന്നെ പ്രതീക്ഷിച്ച് വീട്ടിൽ കാത്തിരിക്കുന്ന ഭാര്യയും മകനും, അവരെങ്കിലും വേദനിപ്പിക്കേണ്ട എന്ന് കരുതി അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോയി. അച്ഛനെ കാത്തിരിക്കുന്ന മകൻ, ഭർത്താവിനെ കാത്തിരിക്കുന്ന പത്നി, രണ്ടുപേരും ബീർബലിനെ കണ്ട മാത്രയിൽ തന്നെ അണപൊട്ടി ഒഴുകുന്ന വെള്ളം പോലെ അനുപമമായ സ്നേഹവാത്സല്യ ബഹുമാനാദികളോടെ ബീർബലിൻ്റെ സമീപത്തേക്ക് ഓടിയെത്തി.
അച്ഛനെ കാണാതിരുന്ന വിഷമം കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഓടിയെത്തി അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കുട്ടി കരഞ്ഞു. അച്ഛൻ എവിടെ ആയിരുന്നു? എത്ര ദിവസമായി അച്ഛനെ കണ്ടിട്ട്? ബീർബൽ കുട്ടിയുടെ ആ വിഷമത്തിന് മുമ്പിൽ മറുപടി പറയാനാകാതെ വിതുമ്പി. എങ്ങനെ ആശ്വസിപ്പിക്കണം, എന്തു പറയണമെന്നറിയാതെ കുഴങ്ങുന്ന കണ്ടിട്ട് വീണ്ടും കുട്ടി പറഞ്ഞു, അച്ഛൻ എന്താ എന്നോട് ഇഷ്ടമല്ലേ? എന്താ എന്നോട് മിണ്ടാത്തത്? അവസാനം കുട്ടിയെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് പറഞ്ഞു, മോനെ, അച്ഛന് ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. രാജാവ് സദസ്സിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. അതാണ് പ്രശ്നം. അതെന്താ വെച്ചാ ചോദ്യം? മോനെ, അത് കുഞ്ഞിന് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. മുതിർന്ന ആളുകൾക്ക് പോലും വളരെ പ്രയാസമാണ്. എന്നാലും കേൾക്കട്ടെ അച്ഛാ, എന്താണ് ആ ചോദ്യം? കുഞ്ഞിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം രാജാവ് ഉന്നയിച്ചതായ 4 ചോദ്യങ്ങൾ ബീർബൽ കുട്ടിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അയ്യേ, ഇത്രയേ ഉള്ളോ? എനിക്കറിയാമല്ലോ ഇതിൻ്റെ ഉത്തരം. എൻ്റെ ഗുരുനാഥൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെയോ? എങ്കിൽ മോനെന്ന് പറഞ്ഞ അച്ഛൻ കേൾക്കട്ടെ. വെറുതെ കുട്ടിയുടെ ഉള്ളിൽ നിസ്സാരമായി തോന്നിയ കാര്യങ്ങളായിരിക്കാം എന്ന് കരുതിക്കൊണ്ട് ബാലചാപല്യങ്ങളിൽ നിന്ന് ഉടലെടുത്ത മറുപടിയാകാം എന്ന് കരുതിക്കൊണ്ട് ബീർബൽ കുട്ടിയോട് ചോദിച്ചു, അച്ഛാ, അതെന്നെ കൂടെ രാജസൗധത്തിലേക്ക് നാളെ കൊണ്ടുപോകണം. ഇപ്പോൾ ഞാൻ പറയില്ല. കുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി പിറ്റേ ദിവസം രാവിലെ കുട്ടിയും കൊണ്ട് രാജസൗധത്തിലേക്ക് ചെന്നു. എല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ചിലർക്ക് സന്തോഷമായി ബീർബൽ മറുപടി പറയും, ചിലർക്ക് എന്തായാലും ഇതിന് മറുപടി പറയാൻ ബീർബലിന് കഴിയില്ല എന്നും, അയാളെ പറഞ്ഞാലെന്താ, പറഞ്ഞില്ലെന്താ, ഇങ്ങനെ 3 തരത്തിലുള്ള മനോഭാവം ഉള്ളവ ആ സദസ്സിലുണ്ടായി. നേരത്തെ പറഞ്ഞതുപോലെ രാജാവ് താണു വണങ്ങി ബീർബൽ. രാജാവ് പറഞ്ഞു, ശരി, കയറി വരൂ. ബീർബൽ, താങ്കൾ മറുപടി പറയാൻ തയ്യാറാണല്ലോ? അതെ മഹാരാജൻ. പക്ഷെ മറുപടി പറയുന്നത്, അങ്ങയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് ഞാനല്ല. ഞാനതിനൊരാളിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ശരി, കയറി വരാൻ പറയൂ. മഹാരാജൻ, അത് ഈ കുട്ടിയാണ്. രാജാവിനാകെ ദേഷ്യമായി. ഈ ബീർബലിന് മനോനില തെറ്റിയതിൻ്റെ പരിണതഫലമാണ്. ഈ കൊച്ചുകുട്ടി മറുപടി പറയുക. കൊള്ളാം ബീർബൽ. അവിടെ ഇരുന്നവരെല്ലാം രാജാവിനെ ഉപദേശിച്ചു, മഹാരാജൻ, ഈ കുട്ടിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടു നോക്കിയാലും ഒരുപക്ഷെ അവനറിയാമെങ്കിലും. എല്ലാവരുടെയും പ്രേരണകൾക്ക് വശംവദമായി അക്ബർ ചക്രവർത്തി സമ്മതിച്ചു. കയറി വാ. കുട്ടി അനക്കമില്ല. വീണ്ടും വിളിച്ചു, കയറി വരാൻ. രാജാവ് പല പ്രാവശ്യം ശബ്ദം മാറ്റി മാറ്റി ദേഷ്യഭാവത്തിലും മറ്റുമൊക്കെ വിളിക്കാൻ തുടങ്ങി. അവസാനം കുട്ടി പറഞ്ഞു, മഹാരാജൻ, ഞാൻ അങ്ങയുടെ സേവകനല്ല. ഒരുപക്ഷെ അച്ഛൻ അങ്ങയുടെ സേവകനാണ്. അങ്ങയ്ക്ക് ശാസിക്കാനും ശിക്ഷിക്കാനും എല്ലാത്തിനും അധികാരമുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ അങ്ങയുടെ അതിഥിയാണ്. അയ്യേ, അതിഥിയെ സ്വീകരിക്കുന്നതിനെങ്ങനെയാണോ? അതിഥി ദേവോ ഭവ. അതിഥിയെ ദേവസമമായി കാണണമെന്നല്ലേ പറയാറുള്ളത്? തൈത്തിരീയ ഉപനിഷത്ത് നമ്മെ പഠിപ്പിച്ചത് അങ്ങനെയല്ലേ മഹാരാജൻ? രാജാവിന് ദേഷ്യമായി. രാജാവ് എഴുന്നേറ്റ് ചെന്നു കുട്ടിയെ പാദം കഴുകി അർഘ്യപാദ്യതകളൊക്കെ നൽകി സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി, സദസ്സിലേക്ക് കൊണ്ടുവരും. ശരി, ഇനി മറുപടി പറയാ. മഹാരാജൻ, അങ്ങയ്ക്ക് അറിയാനാകാത്തതായ ഉത്തരങ്ങൾ, അതിൻ്റെ ചോദ്യങ്ങളാണ് എൻ്റെ അച്ഛനോട് ചോദിച്ചത്. പക്ഷേ ഞാൻ ചില വ്യവസ്ഥകൾ വയ്ക്കുന്നു. ഞാൻ അങ്ങയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വന്നതുകൊണ്ട് എൻ്റെ വ്യവസ്ഥകൾ അംഗീകരിക്കണം. 1, അങ്ങൻ്റെ നേരെ മുൻപിൽ താഴേക്കിരിക്കണം. രാജാവിന് ദേഷ്യമായി. ഇവൻ എന്നെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിയതാണോ? ഇവനെ അച്ഛനോടും മകനും ചേർത്ത് ഒന്നിച്ച് യമപുരിക്ക് അയക്കുന്നുണ്ട്. അത്ര ധിക്കാരമോ? എങ്കിലും മറ്റുള്ളവരുടെ പ്രേരണയ്ക്ക് വശമുതമായി അത് സമ്മതിച്ചു. മഹാരാജൻ,
ഞാൻ എന്തു പറഞ്ഞാലും അങ്ങ് അനുസരിക്കണം. ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങക്ക് മറുപടി പറയാൻ അവസരമുള്ളൂ. എന്താ, സമ്മതിച്ചോ? സമ്മതിച്ചു. മഹാരാജൻ, എനിക്കൊരു ഗ്ലാസ് പാല് വേണം. കൊച്ചുകുട്ടിയല്ലേ എന്നുള്ള ഭാവത്തിൽ രാജാവ് ചിരിച്ചു. ഡോ, ഒരു ഗ്ലാസ് പാല് കൊണ്ടുവരിക. മഹാരാജൻ, ഞാൻ അങ്ങയോട് ആദ്യമേ പറഞ്ഞു ഞാൻ എന്തു പറഞ്ഞാലും അങ്ങ് അനുസരിക്കണം. ഞാൻ അങ്ങയോടല്ലേ പാല് ചോദിച്ചത്? രാജാവിന് ദേഷ്യമായി. വീണ്ടും രാജാവ് എഴുന്നേറ്റ് പോയി ഒരു ഗ്ലാസ് പാല് എടുത്തുകൊണ്ടുവന്നു. ദാ മഹാരാജൻ, ഈ ഗ്ലാസ്സിനുള്ളിൽ പാല് തന്നെയാണല്ലോ? അതെ, പാല് തന്നെയാണ്. സംശയമില്ലല്ലോ? ഇല്ല. ദാ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, മഹാരാജാവ് പറയുന്നു ഈ ഗ്ലാസ്സിനുള്ളിൽ പാല് തന്നെയാണ്. ഈ ഗ്ലാസ്സിനുള്ളിലെ പാലിൽ വെണ്ണയുണ്ടോ മഹാരാജൻ? ഉണ്ട്. ശരി, അങ്ങ് ഗ്ലാസ്സിനുള്ളിൽ പാലാണെന്നും പാലിനുള്ളിൽ വെണ്ണയുണ്ട് എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മഹാരാജൻ അല്പം വെണ്ണ ഇങ്ങെടുത്ത് തരിക ഇതിൽ നിന്നും. ഏട്ടാ കുഞ്ഞെ, നിനക്കിത് പറയില്ലേ? ഓഹോ മഹാരാജൻ, അങ്ങ് എൻ്റെ അച്ഛനോട് ചോദിച്ച ചോദ്യങ്ങളിൽ മറുപടി 3 ആയിക്കഴിഞ്ഞു. എല്ലാവരും അത്ഭുതത്തോട് നോക്കിയിരുന്നു. മഹാരാജൻ, ഈ ഗ്ലാസ്സിനുള്ളിൽ പാലുണ്ട്, ആ പാലിനുള്ളിൽ എല്ലായിടത്തും വെണ്ണയുണ്ടെന്നും അങ്ങ് തന്നെ പറഞ്ഞു. മഹാരാജൻ, ഈ ഗ്ലാസ്സിനെ ലോകമായി സങ്കല്പിക്കുക. ഈ ലോകമാകുന്ന ഗ്ലാസ്സിലെ സർവചരാചരങ്ങളാകുന്ന പാൽ, ആ പാലിനുള്ളിൽ എല്ലായിടത്തും വെണ്ണയുണ്ടെന്ന് അങ്ങ് പറഞ്ഞു. പക്ഷെ ആ വെണ്ണയെ എടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങക്ക് സാധിക്കുന്നില്ല. അതിനെന്ത് വേണം? അങ്ങ് പറഞ്ഞതുപോലെ ചില മദന പ്രക്രിയകൾ വേണം. പാലിനെ കടയണം, അങ്ങനെ ധാരാളം കടമ്പകൾ കിടക്കണം. ഇതുപോലെ സർവചരാചരങ്ങളാകുന്ന ഈ പാലിനുള്ളിലെ ഈശ്വരനാകുന്ന വെണ്ണയെ കണ്ടെത്തണമെങ്കിൽ അതിന് മനസ്സിനെ കടയണം. സർവവ്യാപിയാണ്. അരൂപനും അലേപകനും അനാമികനും അദ്വയനും അചിന്ത്യനുമൊക്കെ ആയിട്ടുള്ള അഖണ്ഡനുമായിട്ടുള്ള ആ ഈശ്വരനെ, ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ നമ്മുടെ മനസ്സിനെ കടയണം. അങ്ങക്കിപ്പോൾ മനസ്സിലായോ? മനസ്സിലായി. അങ്ങ് ചോദിച്ചു ഈശ്വരൻ്റെ ജോലി എന്താണ്? ഇതാ അങ്ങിരുന്ന സിംഹാസനത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഈ സിംഹാസനത്തിൻ്റെ പ്രത്യേകത, അതിലിരിക്കുന്ന ആളുടെ പ്രത്യേകത എന്താണെന്ന് പറയാം. ശിക്ഷാരക്ഷ ചെയ്യലാണ്. ജനങ്ങളെ, സ്വന്തം ജനതയെ ശിക്ഷിക്കുകയും രക്ഷിക്കുകയും പാലിക്കുകയൊക്കെ ചെയ്യേണ്ട കടമ രാജാവിനാണ്. രാജാവ് പ്രത്യക്ഷ ദൈവതം, കാണപ്പെട്ട ദൈവമാണ് രാജാവ്. അതുപോലെ അച്ഛനമ്മമാരും കാണപ്പെട്ട ദൈവങ്ങളാണ്. ആചാര്യനും അതുതന്നെയാണ്. മഹാരാജൻ, ഇതിൽ നിന്ന് അങ്ങേക്ക് സർവ്വവ്യാപിയായ ഈശ്വരനെ കണ്ടെത്തണമെങ്കിൽ, അവനവനിലുള്ള ഈശ്വരനെ കണ്ടെത്തണമെങ്കിൽ മനസ്സിനെ കടഞ്ഞെടുക്കുക, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് അതിനെ നിലയ്ക്ക് നിർത്തി മനസ്സിനെ ഏകാഗ്രമാക്കുകയാണ് വേണ്ടത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഥയിൽ നിന്ന് എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഒന്ന്, ആതിഥേയ മര്യാദ. എല്ലാവരെയും, നമ്മുടെ വീട്ടിൽ വന്ന് കാണുന്നവരെ വലിപ്പച്ചെറുപ്പ ഭേദങ്ങളില്ലാതെ എല്ലാവരെയും സമമായി കാണുക. ഈശ്വരൻ സർവ്വവ്യാപിയാകയാൽ ആ സർവ്വതിലും ഉള്ള ഈശ്വരനെ എന്ത് ചെയ്യുക? സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ, ഭക്തിയോടുകൂടി കാണുക എന്ന് പറയുമ്പോൾ സഹജീവികളെ സ്നേഹിക്കുക, സഹായിക്കുക, അവരോട് കരുണയോടുകൂടി പെരുമാറുക എന്നത് തന്നെയാണ്. ഇത് നമുക്ക് നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നമസ്തേ.